പുഷ്പ ടുവിൻ്റെ റിവ്യൂ ആണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഡേ തന്നെ ഫിലിം കണ്ടിരുന്നു. നമ്മൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മിക്സഡ് റിവ്യൂസ് ആണ് മലയാളത്തിൽ. പക്ഷെ നമ്മുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുഷ്പ ടൂവിൽ അല്ലു അർജുൻ്റെ ഇൻട്രോയും അതുപോലെ ബൻവർ സിംഗായിട്ട് ഫഹദിൻ്റെ ഇൻട്രോയൊക്കെ വളരെ നന്നായിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തായിരുന്നു. അതുപോലെ പുഷ്പ ടു ഫ്ലവർ ആണോ ഫയർ ആണോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് വഴിയെ നോക്കാം. പുഷ്പ 1ഉം പുഷ്പ 2ഉം നമ്മൾ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയ ഡിഫറൻസ്, പുഷ്പ 1ൽ അല്ലു അർജുൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആളൊരു കൂലിക്കാരനായിട്ട് സിൻഡിക്കേറ്റിൻ്റെ ഓണർ ആവുന്നത്, അതായത് ഒരു കൂലിയായിട്ട് സിൻഡിക്കേറ്റിൻ്റെ ഓണർ ആവുന്ന ട്രാൻസിഷൻ പുഷ്പ 1 നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പുഷ്പ 2 വരുമ്പോൾ ആൾ സിൻഡിക്കേറ്റിൻ്റെ ഓണറായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പോർഷൻ കൂടുതൽ. പഴയ കാര്യം കുറച്ച് അവിടെ ഇവിടെ കാണിക്കുന്നുണ്ട്, എന്നിരുന്നാലും ആളൊരു ഓണറായിട്ട് നിന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. പുഷ്പ 1 പുഷ്പയുടെ റൈസാണ് കാണിക്കുന്നത്. പുഷ്പ 2 വരുന്നത് പുഷ്പയുടെ റൂളിംഗ് ആണ് കാണിക്കുന്നത്. പുഷ്പ 2 റൂളാണ്. പുഷ്പ 3 വരുന്നുണ്ട്, അത് പുഷ്പയുടെ റാമ്പേജ് ആണ്. അതുപോലെ പുഷ്പ 1 കഴിയുമ്പോൾ നമുക്കറിയാം പുഷ്പ 2ൽ വരാൻ പോകുന്നത് പുഷ്പയുടെയും ബൻവർ സിംഗിൻ്റെയും ഫൈറ്റും അവരുടെ റിവെഞ്ചൊക്കെ ആണെന്നുള്ളതാണ്. അത് പുഷ്പ 2 വരുമ്പോൾ അത് ഒരു പരിധി വരെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഫൈറ്റ്, ഫഹദിൻ്റെയും അല്ലു അർജുൻ്റെ ഫൈറ്റും അവരുടെ സീൻസ് എല്ലാം മോശമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പുഷ്പ 2 എന്ന് പറയുന്നത് ഒരു ഏകദേശം 3.5 മണിക്കൂർ വരുന്ന ഫിലിമാണ്. 3.5 മണിക്കൂർ, ഒരു 3:20 മണിക്കൂർ വരുന്ന ഫിലിമാണ്. ആ 3.5 മണിക്കൂർ അടുത്തിരിക്കുന്ന നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ബോറടിക്കാതെ കണ്ടുപോകാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ 3.5 മണിക്കൂറിൻ്റെ അടുത്തുള്ള ഫിലിം ഒരു 3 മണിക്കൂർ 20-25 മിനിറ്റ് കട്ട് ചെയ്ത് ഒരു 3 മണിക്കൂർ ഒതുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഫിലിം കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. പുഷ്പ 2വിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. ഒരു 1.25 മണിക്കൂറോളം ഏകദേശം എടുത്തു ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ എത്താൻ. ആ ഇൻ്റർവൽ പഞ്ചെല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് അതിൽ കൺവിൻസിങ് രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എനിക്ക് അവിടെ ഇവിടെയും ഇടയ്ക്കൊക്കെ എവിടെയോ ഒരു ലാഗിങ് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ ഒരു സോങ് ഒക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ 15 മിനിറ്റ്സ് ഒക്കെ അവർക്ക് റെഡ്യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഫിലിം കുറച്ചും കൂടി ബെറ്റർ ആയേനെ. സെക്കൻഡ് ഹാഫിലാണെങ്കിലും പുഷ്പയുടെയും ബൻവർ സിംഗിൻ്റെയും ഫൈറ്റ്സും അവരുടെ ക്ലാഷ് സീൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാട്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഹീറോയിൻ്റെ കുറച്ച് ഡയലോഗ്സും സ്ക്രീൻ പ്രസൻറ്റേഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ തേർഡ് പാർട്ടിനുള്ള സ്റ്റോറി അവർ പാരലി ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ആർക്കും തിയേറ്ററിൽ ബോറടിക്കാത്ത രീതിയിൽ അത് നൈസായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. BGM, സ്ക്രീൻ പ്ലേ എല്ലാം പുഷ്പ 2വിൻ്റെ നന്നായിരുന്നു. പുഷ്പ 2വിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ പുഷ്പ 3ലോട്ടുള്ള അതിൻ്റെ ഹിൻറ്റ് തന്നിട്ടാണ് അവർ ആ ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നത്. അതും ഒരു കൺവിൻസിങ് രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി പുഷ്പ 2 ഫ്ലവർ ആണോ ഫയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പ 1 ഇഷ്ടപ്പെട്ടവർക്കെല്ലാം പുഷ്പ 2ഉം ഒരു പരിധി വരെ ഇഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം പുഷ്പ 1 തന്നെയാണ് ബെറ്റർ ഫിലിം. എന്നിരുന്നാലും പുഷ്പ 2 ഒരു മോശം ഫിലിമൊന്നുമല്ല. ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണാവുന്ന ഒരു മാസ് ഫിലിം തന്നെയാണ് പുഷ്പ 2. നിങ്ങൾ തിയേറ്ററിൽ ഒരു 3-3.5 മണിക്കൂർ അധികം ബോറടിക്കാതെ പിടിച്ചിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഫിലിം അത്യാവശ്യം നല്ല ഫിലിം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പുഷ്പ 2 ഒരു നല്ല ഫിലിം തന്നെയാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം പുഷ്പ 1 ഞാനൊരു 8+ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ പുഷ്പ 2വിന് എനിക്കൊരു 7.5 ആ റേഞ്ചിലാണ് ഞാൻ റേറ്റ് ചെയ്യുക പേഴ്സണലി. നമ്മൾ കണ്ടത് ഡബ്ഡ് വേർഷനാണ് മലയാളം. അത് ആക്ച്വൽ വേർഷൻ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഫീൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഡബ്ഡ് വേർഷൻ ആണെങ്കിലും അത്യാവശ്യം തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിം തന്നെയാണ് പുഷ്പ 2. പുഷ്പ 1ൽ കുറച്ചും കൂടി നല്ല സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇമ്പാക്റ്റ്ഫുൾ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുഷ്പ 2ൽ വരുമ്പോൾ അത്രയ്ക്ക് ഇമ്പാക്റ്റ്ഫുൾ സോങ്സ് ഇല്ല, എന്നിരുന്നാലും ഒരു ആവറേജ് സോങ്സ് ഒക്കെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പുഷ്പ 2വിൻ്റെ റിവ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി പറയുകയാണെങ്കിൽ പുഷ്പ 1 ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പുഷ്പ 2 ഓക്കെ, ബട്ട് ഒരു മോശം ഫിലിമല്ല. നിങ്ങൾക്ക് വീക്കെൻഡെല്ലാം ഒരു മാസ് ഫിലിം കാണണം എന്നുണ്ടെങ്കിൽ പുഷ്പ 2 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.